ചങ്കലപ്പത്താണ് പണി. ഇനി ഇതിങ്ങനെ ഫുള്ളായിട്ട് ഈ 4 പുറം കൊണ്ട് കെട്ടി വരണം. ഞങ്ങൾ 3 ആളുണ്ട്, ഞാൻ മാത്രമല്ല, ഓല അവിടെ കെട്ടുന്നുണ്ട്. എന്തായാലും തണുപ്പായി കഴിഞ്ഞാലേ ഇത് കൂടെ ഉള്ളിലേക്ക് കാറ്റടിക്കൂല, ഇത് തടഞ്ഞു നിർത്തും. അതുകൊണ്ട് കുട്ടികൾക്ക് അസുഖവും കാര്യങ്ങളൊന്നും വരില്ല. ഈ തണുപ്പ് സീസൺ ആയി കഴിഞ്ഞാൽ ആട്ടുകുട്ടികൾക്ക് ജലദോഷവും ചീരാപ്പും മൂക്കടപ്പും പനി എല്ലാം, അതുപോലെ തന്നെ വാദം ഒക്കെ വരുന്ന ടൈമാണ്. ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത് ആടുകൾക്ക് തണുപ്പ് സീസണിലാണ്. അപ്പോൾ ഇതിങ്ങനെ കെട്ടുമ്പോൾ ഒരു പരിധി വരെ പിടിച്ച് നിൽക്കാൻ പറ്റും. ചൂട് സമയത്ത് ആടുകൾക്ക് ഒരു പ്രശ്നമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ തണുപ്പ് സീസൺ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ കുട്ടികളുടെ ഹോസ്പിറ്റലിൽ കിടക്കാനേ നേരം ഉണ്ടാവുള്ളൂ. വയറ്റു നോക്കും, പാത്തലും എന്ന് പറഞ്ഞ മാതിരി എല്ലാം ഇനി ഉണ്ടാവും. ഒരു ദിവസത്തിൽ 2 മണിക്കൂർ പണിയെടുക്കും. അന്ന് കച്ചാത്തത് നാളെ ഒന്ന് ഇജ്ജും, നമുക്കും കുഴപ്പമില്ല, മുതലാളിക്കും കുഴപ്പമില്ല. ഇപ്പോൾ രാവിലെ എൻ്റെ ഭക്ഷണം ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഇതിന് മെനക്കെടുന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടെ പണിക്കാരെ കൊടുന്ന് വിടണം. അപ്പോൾ കൊണ്ടുപോകണ വരെ ഞാൻ നിൽക്കുമാണ്. അപ്പോൾ ഓലപ്പൊന്ന് സഹായിക്കുക, നമ്മളും ഹാപ്പി, കൂടെ വന്നവരും ഹാപ്പി, മുതലാളി ഹാപ്പി. ദുനിയാവിൽ എപ്പോഴും സന്തോഷം കണ്ടെത്താൻ നോക്കും. വേറെ ഒരു ചിന്തിച്ചു പറഞ്ഞാൽ ഒരു കാര്യമില്ല. കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകും. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പ്രവാസികളെ കഷ്ടപ്പാടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ഒന്നല്ല കേട്ടോ. ഒരു കഷ്ടപ്പാടുമില്ല. അധ്വാനിക്കാൻ മേൽക്കൂടെ എവിടെയും പോയിട്ട് അധ്വാനിക്കും. ഓരോരുത്തർക്കുള്ള പിന്നെ ഭക്ഷണം അത് കുറച്ചോളം ഓരോരുത്തർക്കും ഓരോരോ ഭാഗത്താണ് കിട്ടിക്കുന്നത്. അതിപ്പോൾ നമുക്കൊക്കെ നാട്ടിലിപ്പോൾ നമ്മളെ പോലെ എത്ര ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. നമ്മളിങ്ങോട്ട് കയറ്റി വിടാൻ കാരണം എനിക്കുള്ള എൻ്റെ കുട്ടികൾക്കുള്ള ചിലവ് ഇവിടെയാണ്. അതേമാതിരി 100 കണക്കിന് മലയാളികൾ പല മേഖലയിലും പണിയെടുക്കുന്നുണ്ട്. ഒക്കെ ശരിയാവും, പഠിച്ചോനല്ലേ വലിയോ. നാട്ടുംകൂടിൻ്റെ 4 പുറം ഗ്രില്ല് ഹോട്ടലൊക്കെ കഴിഞ്ഞോട്ടോ.